എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് ശ്രീ വി ശശികുമാർ എഴുതിയ കണ്ണുനീർ തുള്ളി എന്ന കഥ കേൾക്കാം. ഞാൻ കോളിൻ വിൽസന്റെ ഔട്ട്സൈഡർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ വായന. 10 വർഷമായിട്ടുണ്ടാകും ആദ്യം വായിച്ചിട്ട്. പുസ്തകം പഴഞ്ചനായിരിക്കാം, പക്ഷേ എന്തുകൊണ്ടോ അതെന്നെ വളരെ ആകർഷിച്ചു. എടാ, അനിയുടെ അമ്മച്ചിക്ക് വളരെ സീരിയസാ, നമുക്കൊന്ന് പോയി നോക്കിയേച്ചും വരാം. തലയുയർത്തി നോക്കിയപ്പോൾ ജോസഫ് ജനാലയ്ക്ക് സമീപം നിൽക്കുന്നു. ഞങ്ങൾ സമപ്രായക്കാരാണ്. അയാൾ എന്നെ എടാ എന്നാണ് വിളിക്കാറ്. എന്തുകൊണ്ടോ ഞാൻ ആരെയും എടാ എന്നോ എടിയെന്നോ വിളിക്കാറില്ല, ഒരു ശീലം എന്ന് മാത്രം. എന്നുവെച്ച് ജോസഫ് എന്നെ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്കൊരു പരിഭവം തോന്നിയിട്ടില്ല. ബാ വന്നിരി, ഞാനൊന്ന് വേഷം മാറട്ടെ, അമ്മയോടും പറയണം. ഞാനിവിടെ നിൽക്കാം, നീ എളുപ്പം വേഷം മാറിയേച്ച് വാ. ഞാൻ വേഗം ലുങ്കി മാറ്റി മുണ്ടെടുത്ത് ഒരു ഷർട്ടുമിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പുറത്തിറങ്ങി. ജോസഫ് മിണ്ടാതെ നടന്നു. ഞാനും അമ്മയും ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് അധികം കാലമായിട്ടില്ല. ജോസഫാണ് അതിന് സഹായിച്ചത്. പഴയതെങ്കിലും നല്ല വീട്, ഏതാനും കസേരകളും 2 കട്ടിലും ഉൾപ്പെടെ കുറച്ച് ഫർണിച്ചറും വീടിനൊപ്പം കിട്ടി. 15 സെൻറ്റോളം സ്ഥലം, നിറച്ചു മരങ്ങൾ. വേനൽക്കാലത്ത് ചൂടേ അറിയില്ല. ഉടമസ്ഥർ ചെന്നൈയിൽ. ജോസഫാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം നോക്കുന്നതും. ആളൊരു പരോപകാരിയും പൊതുപ്രവർത്തകനുമാണ്. സ്നേഹമുള്ള വിശ്വസിക്കാവുന്ന മനുഷ്യൻ. ഞങ്ങൾ ഒരുമിച്ചാണ് സ്ഥലത്തെ കോളേജിൽ പ്രവൃത്തിയെടുക്കുന്നത്. കക്ഷിയുടെ ക്ലാസ്സിനെ പറ്റി അധികമൊന്നും പറയാനില്ല. ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഭൂരിപക്ഷം കുട്ടികൾക്കും ചരിത്രത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഇഷ്ടൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഇല്ലാതാകും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടനെ ഇഷ്ടമാണ്. എന്തു പ്രശ്നമുണ്ടെങ്കിലും ജോസഫിനോട് പറഞ്ഞാൽ മതി, പരിഹാരമുണ്ടായിരിക്കും. വെളിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ താമസം മുതൽ കോളേജിലെ ഫംഗ്ഷനുകളുടെ നടത്തിപ്പ് വരെ ജോസഫിനാണ്. എല്ലാ പ്രശ്നങ്ങളും നിസ്സാരമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടൻ ആരോട് എന്താവശ്യപ്പെട്ടാലും അവർക്ക് കഴിയുമെങ്കിൽ അത് നടത്തിക്കൊടുക്കും. കക്ഷിയുടെ വീടിന് സമീപത്തേക്ക് താമസം മാറ്റിയപ്പോൾ എനിക്കും അമ്മയ്ക്കും ഭയമുണ്ടായിരുന്നു, എന്നെയും പൊതുപ്രവർത്തനത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന്. പക്ഷേ അയാൾ ഒരിക്കലും എന്നെ ശല്യം ചെയ്തിട്ടില്ല. ഞാൻ പൊതുവെ ഒരു ഇൻട്രവർട്ടാണ്. ഇംഗ്ലീഷാണ് പഠിച്ചതെങ്കിലും ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും സാഹിത്യകൃതികൾ വായിച്ച് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ജോസഫ് വന്ന് വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിനു കാരണമുണ്ട്. ഞാനിവിടെ കോളേജിൽ ജോലിക്ക് ചേർന്നിട്ട് അധികം നാൾ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞങ്ങളുടെ പ്യൂൺ എൻ്റെ അടുത്ത് വന്ന് 10 രൂപ കടം ചോദിച്ചു. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ഞാൻ കൊടുക്കുകയും ചെയ്തു. അടുത്ത മാസം ശമ്പളം കിട്ടിയയുടൻ അയാൾ പണം മടക്കിത്തരാൻ വന്നു. ഞാനത് സ്വീകരിച്ചില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ, ഇത് മേടിക്കണം, എനിക്ക് ഇനിയും ആവശ്യം വരുമ്പോൾ ചോദിക്കേണ്ടതാണ്. അതു സാരമില്ല, ചോദിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനല്ലേ കടം മേടിച്ചത്. ഞാൻ ഊണ് മേടിച്ചു തന്നു എന്ന് വിചാരിച്ചാൽ മതി. അയാൾ കടം മേടിച്ചുകൊണ്ട് നേരെ കോളേജ് ക്യാൻറ്റീനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അനി അല്പനേരം മടിച്ചു നിന്നു, എന്നിട്ട് ഒന്നും മിണ്ടാതെ പോയി. ഇയാൾ പതിവായി കടം മേടിക്കുന്നയാളാണ്, ഇങ്ങനെ പണം കൊടുത്ത് പഠിപ്പിക്കരുത് എന്നൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു. അയാൾ പണം മടക്കി തന്നപ്പോൾ മേടിക്കാത്തതുകൊണ്ട് ഇനി അയാൾ ചോദിക്കില്ല എന്നൊരു ന്യായം ഞാൻ കണ്ടുപിടിച്ചു. സാർ അനുഭവിച്ചേ പഠിക്കൂ എന്നായിരുന്നു അവരുടെ മറുപടി. അങ്ങനെയിരിക്കെ ഒരു ദിവസം മറ്റാരുമില്ലാത്ത സമയത്ത് അനി വീണ്ടും വന്നു. സാർ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു 20 രൂപ വേണം, അടുത്ത മാസം മടക്കി തന്നോളാം എന്നായിരുന്നു അനിയുടെ ഭാഷണം. എന്താ അനി, ഊണിന് വില കൂടിയോ? ഞാൻ ചോദിച്ചു. ഇല്ല സാർ, ഇത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനാണ്, അനി പറഞ്ഞു. എന്തു പറ്റി അമ്മയ്ക്ക്? പ്രായമായതിൻ്റെ പ്രശ്നങ്ങളാണ് സാർ, വാദത്തിൻ്റെയും ഒക്കെ പ്രശ്നമാ, കഷായം മേടിക്കണം. അടുത്ത മാസവും അയാൾ പണം മടക്കിത്തരാൻ വന്നപ്പോൾ ഞാൻ മേടിച്ചില്ല. എനിക്ക് അയാളോട് അല്പം സഹതാപം തോന്നിയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ശമ്പളം തന്നെ മിച്ചമാണ്.
വലിയ ചിലവുകളൊന്നുമില്ല. കുടുംബസ്വത്തിൽ നിന്ന് കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ കിട്ടും. പിന്നെ ഞാനെന്തിന് ഈ 10-20 രൂപ ഇയാളോട് തിരികെ മേടിക്കണം? നിശ്ചയമായും അയാൾക്ക് സ്വന്തം വരുമാനം കൊണ്ട് കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ മാസവും 10-20-50 രൂപ അനി മേടിക്കുന്നത് പതിവായി. അങ്ങനെയിരിക്കെയാണ് പുതിയ വീട്ടിലേക്ക് ഞാനും അമ്മയും താമസം മാറ്റിയത്. എല്ലാം ജോസഫാണ് ചെയ്തു തന്നത്. അയാൾ പറഞ്ഞതനുസരിച്ച് 2 പേർ വന്ന് സാധനങ്ങളെല്ലാം ഭദ്രമായി വണ്ടിയിൽ കയറ്റി പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് ഓരോന്നും വേണ്ട സ്ഥലങ്ങളിൽ വെച്ചു തന്നു. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നു മാത്രമല്ല, വളരെ ന്യായമായ കൂലി മാത്രമേ അവർ ചോദിച്ചതുമുള്ളൂ. പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റിയതാണെങ്കിലും അമ്മയ്ക്ക് അന്നു തന്നെ അടുക്കളയിൽ പാചകം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ പണിക്കാരുടെ സഹകരണത്തിൻ്റെ ലക്ഷണമാണ്. ഏതാണ്ട് 9 മണിയായപ്പോൾ അത്താഴം കഴിച്ച് മുറ്റത്തുലാത്തുകയായിരുന്നു ഞാൻ. അപ്പോൾ മുൻപിലത്തെ വഴിയിലൂടെ ആരോ ഉറക്കെ എന്തോ പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടു. മദ്യപിച്ച് പറയുന്നത് വ്യക്തമല്ലാത്ത നിലയിലായിരുന്നെങ്കിലും ആരെയൊക്കെയോ ചീത്ത പറയുകയാണെന്ന് തോന്നി. ആ പ്രദേശത്തുള്ളവരെ തീരെ പരിചയമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ പോയി നോക്കിയില്ല. പക്ഷേ ഇത് അടുത്ത ദിവസങ്ങളിലും തുടർന്നു. ഒരു ദിവസം ചെറുതായി നിലാവ് കണ്ടു തുടങ്ങിയപ്പോൾ ഒരാൾ വഴിയുടെ വീതി അളന്നുകൊണ്ട് കടന്നു പോകുന്നത് കണ്ടു. പിന്നീട് നല്ല നിലാവുള്ള ഒരു ദിവസം ഇതാരാണെന്ന് പോയി നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ശബ്ദം ദൂരെ നിന്ന് കേട്ടപ്പോഴേ ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിഴലത്തു നിന്നു. അയാൾ നടന്നെടുത്തപ്പോൾ രൂപം പരിചിതമാണെന്ന് തോന്നി. വീതി കുറഞ്ഞ വഴിയായതിനാലും മരങ്ങൾക്കിടയിലൂടെ ചിതറിവരുന്ന നിലാവ് മാത്രമായിരുന്നു വെളിച്ചം പകർന്നത് എന്നതുകൊണ്ടും അടുത്തെത്തിയ ശേഷമാണ് ആളെ തിരിച്ചറിഞ്ഞത്. അനി, ഞാൻ വിളിച്ചു. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് എന്നെ സൂക്ഷിച്ചു നോക്കി. അയ്യോ, സാറോ? എന്നല്ലാതെ ഒരു ശബ്ദവും പിന്നെ അയാളുടെ വായിൽ നിന്ന് വന്നില്ല. മദ്യത്തിൻ്റെ കെട്ട് പകുതിയും വിട്ടതുപോലെ അയാൾ കുറെ കൂടി ഉറച്ച കാൽവെപ്പോടെയും ആടിയാടി തന്നെ മിണ്ടാതെ പോയി. അടുത്ത ദിവസം അനി കോളേജിൽ വന്നില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അനി അവിടെ നിൽക്കുന്നു, അമ്മയോട് സംസാരിച്ചുകൊണ്ട്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, എടാ, ദേ ഇവനൊരു നേന്ത്രക്കുല കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. നിന്റെ കോളേജിലെ പ്യൂണാണെന്ന് പറഞ്ഞു. നീ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അനിയെ ശകാരിക്കാൻ ഉദ്ദേശിച്ച എനിക്ക് പെട്ടെന്ന് എന്തു പറയണം എന്നറിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ പറമ്പിൽ കുലച്ചതാ സാറേ. സാർ ഒന്നും പറയണ്ട, എടുത്തു വച്ചാട്ടെ. വറുക്കാനും പഴുപ്പിക്കാനും എല്ലാത്തിനും നല്ലതാ. നാടനാ, ഒരു രാസവളവും ഇടാത്തതാ. നല്ല സ്വാദുള്ളതാ സാറേ. സാർ എന്നെ വഴക്ക് പറയും എന്ന് എനിക്കറിയാം. അത് ഞാൻ കേട്ടോളാം. ഇപ്പം ഞാൻ പോട്ടെ സാറേ. അമ്മയ്ക്ക് കഷായം കൊടുക്കാൻ സമയമായി. എന്തു പറയണമെന്ന് ആലോചിക്കുമ്പോഴേക്ക് അനി അപ്രത്യക്ഷനായി. പാവം ചെറുക്കൻ, അമ്മ പറയുന്നത് കേട്ടു. നിനക്കറിയോ, അവൻ്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടക്കുക. അവൻ മാത്രമേ ഉള്ളൂ കൂടെ. 2 പെങ്ങന്മാരുള്ളതിനെ കെട്ടിച്ചു വിട്ടു. അവരാരും തിരിഞ്ഞു നോക്കണില്ല. ഇവിടെ വന്നാൽ തന്നെ ഉള്ളത് വല്ലതും കൈക്കലാക്കാനാണത്രേ അവരുടെ ശ്രമം. അയാൾ വല്ലതും പറയുന്നതൊക്കെ അമ്മ അങ്ങ് വിശ്വസിച്ചോ? അതിലെത്ര നേരാണോ എന്തോ. അയാളൊരു പാവമായിട്ടാ ആദ്യമൊക്കെ എനിക്കും തോന്നിയേ. പക്ഷേ ഇന്നലെയാ ഞാൻ കണ്ടുപിടിച്ചേ അയാളാ ഇതിലെ രാത്രിയിൽ കള്ളും കുടിച്ച് ചീത്തയും വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അതുകൊണ്ടായിരിക്കും അയാളിന്ന് കോളേജിൽ വരാഞ്ഞതും വാഴക്കൊല കൊണ്ടുവന്ന് തന്നതുമൊക്കെ. ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കും അമ്മയുടെ സിമ്പതി കിട്ടാൻ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ലടാ. അവൻ കള്ളു കുടിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആള് പാവമാ. അവൻ എന്തോ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. ആ, അത് പോട്ടെ, നീ വന്ന് കാപ്പി കുടിക്കേ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി. അമ്മയ്ക്ക് ആളുകളെ വിലയിരുത്തുന്നതിൽ സവിശേഷ കഴിവാണ്. ആദ്യമായി കാണുന്നവരെ പോലും അമ്മ വിലയിരുത്തുന്നത് വളരെ ശരിയായിട്ടാണെന്ന് പലപ്പോഴും അനുഭവം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയൊന്നും പറഞ്ഞില്ല. അന്നും രാത്രിയിൽ അനിയുടെ ചീത്തവിളി ദൂരെ കേട്ടു. പക്ഷേ എൻ്റെ താമസ സ്ഥലത്തിന് വളരെ മുമ്പ് തന്നെ അയാൾ നിശബ്ദനായി. ഇതൊഴിച്ചാൽ അനിയുടെ പതിവ് കാര്യങ്ങളിൽ മറ്റൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എനിക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടമാണ്. വെണ്ട, ചീര, പാവൽ തുടങ്ങിയ പച്ചക്കറികളും പൂച്ചെടികളും
ഞാൻ പറമ്പിൽ നടാറുണ്ട്. അതിൽ നിന്നുള്ള ഫലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ഒരു സന്തോഷമെന്ന് മാത്രം. ചെടികൾ വളർന്നു വരുന്നത് കാണുന്നതിലും അവയെ പരിരക്ഷിക്കുന്നതിലും തന്നെ എനിക്ക് വലിയ സന്തോഷം കണ്ടെത്താനായി. പല ദിവസങ്ങളിലും വൈകുന്നേരത്തും അവധി ദിവസങ്ങളിൽ കാലത്തും മറ്റും ഞാൻ പറമ്പിൽ പണിയെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഞായറാഴ്ച കാലത്ത് ചീരയുടെ തൈകൾ പറിച്ചു നടാൻ തടമെടുക്കുമ്പോഴാണ് അനിയെ പിന്നീട് കാണുന്നത്. വാഴക്കുല കൊണ്ടുവന്നതിന് ശേഷം 3 ആഴ്ചയോളം കഴിഞ്ഞിരിക്കും. അങ്ങനെ പോരെ സാറേ, മണ്ണ് നല്ലോണം ഇളക്കണം. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടിയും ചാരമൊക്കെ ചേർത്ത് വെച്ചാൽ നല്ലോണം വളരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ഓ, വന്നോ പിന്നെയും? എവിടെയായിരുന്നു കുറച്ച് നാളായിട്ട്? ഇപ്പോൾ കടമൊന്നും വേണ്ടേ? അതോ കള്ളുകുടിക്കാൻ വേറെ വരുമാനം വല്ലതും കിട്ടിയോ? എന്തുകൊണ്ടോ എൻ്റെ ദേഷ്യമൊക്കെ കുറേ പോയിരുന്നു. ഞാൻ എവിടെ പോകാനാ സാറേ? സാറിപ്പോൾ ആ മമ്മട്ടി ഇങ്ങ് താ, ഞാൻ ശരിയാക്കി തരാം. എൻ്റെ ചോദ്യങ്ങൾ കേട്ടില്ല എന്ന മട്ടിലായിരുന്നു കക്ഷിയുടെ മറുപടി. വേണ്ട, ഇതെനിക്ക് തന്നെ ചെയ്യണം. എന്തു നടാനാന്ന അനിയുടെ വിചാരം? ആ ചീരത്തൈകൾ പറിച്ചു നടാനല്ലേ? ഞാൻ കണ്ടു ചെട്ടിയിൽ പൊടിച്ചു നിൽക്കണത്. 2-3 ദിവസം മുമ്പേ പറിച്ചു നടായിരുന്നു. സാറ് വെട്ടിയിട്ട് മണ്ണിൽ വെട്ടേച്ചുന്നില്ല. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന പണിയാ. ഞാൻ ചെയ്തു തരാം. ഞാൻ ചെയ്താലും പറ്റുമോയെന്ന് നോക്കട്ടെ. ഇതാ കണ്ടോ, ആ വെണ്ടയും പാവലും മുളകും ഒക്കെ ഞാൻ തന്നെ വെച്ചതാ, ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. സാർ എൻ്റെ വീട്ടിൽ വന്ന് നോക്ക് എങ്ങനെയാ നിൽക്കുന്നതെന്ന്, എന്നിട്ട് പറഞ്ഞോ. ആഹാ, നീയോ? ഞാൻ ഓർത്തു ആരാന്ന്. അതമ്മയായിരുന്നു. പതിവായി കാണുന്ന ഒരാളിനോടെന്ന പോലെയായിരുന്നു അമ്മയുടെ സംസാരം. അമ്മ അങ്ങനെയാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരടുത്ത സുഹൃത്തിനെയോ മക്കളെയോ പോലെയാണ് അമ്മയുടെ പെരുമാറ്റം. നീ ഇങ്ങ് വന്നേ. എടാ, നീയും കൈയും കാലും കഴുകിയിട്ട് വന്നിട്ട് ആഹാരം കഴിക്ക്. പിന്നെയാവാം കളയ്ക്കലും പിടിക്കലുമൊക്കെ. അവസാനത്തെ ഭാഗം എന്നോടായിരുന്നു. അമ്മയ്ക്കറിയാം ഞാൻ ഈ പണിയിൽ മുഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവും വിശപ്പറിയാനെന്ന്. അനി വന്നത് മൂലമുണ്ടായ ഡിസ്ട്രാക്ഷനും അമ്മയുടെ വിളിയും കൂടിയായപ്പോൾ ഞാൻ തൽക്കാലം പണി നിർത്താൻ തീരുമാനിച്ചു. ഞാൻ കയ്യും കാലും കഴുകി അകത്തേക്ക് ചെന്നപ്പോൾ അമ്മ മേശപ്പുറത്തേക്ക് ആഹാരം കൊണ്ടുവരികയായിരുന്നു. ഞാൻ മേശക്കരികിൽ ഇരുന്നിട്ട് അമ്മയോട് ചോദിച്ചു, അനി എവിടെയെന്ന്. സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന കാർഡ്ബോർഡ് പെട്ടികളൊക്കെ അവിടെ കിടക്കുക. എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര നാളായി അവിടെ തന്നെ കിടക്കണു. അമ്മയ്ക്ക് മറ്റൊരു മകനെ കിട്ടിയതുപോലെയായിരുന്നു. എന്നിട്ട് എടാ അനി ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയി. എന്താ അമ്മച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അനി അടുക്കളയിലെത്തി. വാ, നീയും വന്ന് വല്ലതും കഴിക്ക്, എന്നിട്ട് മതി ബാക്കി പണി, അമ്മ പറഞ്ഞു. അയ്യോ അമ്മച്ചി, എനിക്കൊന്നും വേണ്ടേ, ഞാൻ കഴിച്ചിട്ടാ വന്നേ, അനി പറഞ്ഞു. ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, വന്ന് വല്ലതും കഴിക്ക് ചേർക്ക. പട്ടിണി കിടന്ന് പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. അനി ഒന്നും പറഞ്ഞില്ല. അമ്മ അനിയെയും കൂട്ടി ഡൈനിങ് റൂമിലേക്ക് വന്നു. അനിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. അയാൾ യഥാർത്ഥത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നും അമ്മ അത് കണ്ടുപിടിച്ചതിലുള്ള അത്ഭുതവും എൻ്റെ മുന്നിൽ അത് സമ്മതിക്കേണ്ടി വന്നതിലുള്ള ചമ്മലും അയാളുടെ മനസ്സിൽ സംഘർഷം സൃഷ്ടിക്കുന്നു എന്നും മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അമ്മ എനിക്കരികിലായി അനിക്കും ഇഡ്ഡലി വിളമ്പി. അനി ആ പ്ലേറ്റും എടുത്തുകൊണ്ട് വീടിൻ്റെ പുറകിലേക്ക് പോകാനൊരുങ്ങി. നീ അതെടുത്തോണ്ട് എങ്ങോട്ട് പോകുക? അവിടെ ഇരുന്ന് കഴിക്ക്, അമ്മ പറഞ്ഞു. അയ്യോ, സാറിനോടൊപ്പം ഇരുന്ന് ഞാൻ എങ്ങനെ കഴിക്കും? അത് വേണ്ട, ഞാൻ അപ്പുറത്തിരുന്ന് കഴിച്ചോളാം, അനി പറഞ്ഞു. ഞാൻ കടിക്കുന്ന ജന്തുവൊന്നും അല്ല കേട്ടോ, ഒരു പാവം മനുഷ്യനാ, ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല സാർ, ഞങ്ങൾ അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല. ഞാൻ അപ്പുറത്തിരുന്ന് കഴിച്ചോളാം. ഇരിയട അവിടെ. അത് അമ്മയുടെ വക. ഞാനൊന്ന് നോക്കട്ടെ എന്ത് സംഭവിക്കുമെന്ന്. അനി നിശബ്ദനായി അടുത്തുള്ള കസേരയിലിരുന്ന് ഇഡ്ഡലി തിന്നു. അമ്മ അനിയെ കൊണ്ട് 6-7 എണ്ണം തീറ്റിച്ചു. അനി മുഖമുയർത്തി നോക്കിയതുപോലുമില്ല. അനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് ചമ്മന്തിയുടെ എരിവ് കാരണമായിരുന്നു എന്നെനിക്ക് തോന്നിയില്ല. അമ്മ പറഞ്ഞതുപോലെ ആളൊരു സാധുവാണെന്ന് തോന്നി. ഈ സംഭവത്തോടെ അനി അമ്മയുടെ ഒരു ആരാധകനായി മാറി. അവരുടെ പറമ്പിൽ നിന്ന് കപ്പ, ചേന, ചീര, കായ എന്നിങ്ങനെ പലതും അമ്മയുടെ അടുക്കളയിലെത്തി. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക തുടങ്ങി
ഞാൻ ചെയ്തിരുന്ന പല ജോലികളും അനി ഏറ്റെടുത്തു. എനിക്ക് കോളേജിലെ ലൈബ്രറിയിലും നാട്ടിലെ വായനശാലയിലുമൊക്കെ ചെലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടി. അമ്മ എനിക്ക് പണവും കൊടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ രാത്രിയിലുള്ള കുടിയും ചീത്തവിളിയും മാത്രം മാറിയില്ല. ഞങ്ങളുടെ വീടെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ശബ്ദം നിലയ്ക്കുമെന്ന് മാത്രം. അങ്ങനെയുള്ള അനിയുടെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നറിഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? ഞാൻ ആദ്യമായാണ് അനിയുടെ വീട്ടിൽ പോകുന്നത്. അനി വീട്ടിലെ സ്ഥിരം സന്ദർശകനാവുകയും അമ്മയ്ക്കൊരു മകനെപ്പോലെ ആയിത്തീരുകയും ചെയ്തിരുന്നുവെങ്കിലും ഞാൻ ഒരിക്കലും അവിടെ പോയില്ല. അനി വിളിച്ചുമില്ല. അനിയെ ഞാൻ അറിയുന്ന കാലം തൊട്ട് അയാളുടെ അമ്മ സുഖമില്ലാതെ കിടപ്പാണ്. രോഗസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാതിരുന്നതിനാൽ പോയി കാണാൻ ഇതുവരെ വിശേഷിച്ചൊരു കാരണവും ഉണ്ടായില്ല. സാധാരണഗതിയിൽ അമ്മ പറയുന്നതാണ്, എടാ നീ എവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന്. അതും ഉണ്ടായില്ല. ഇന്നു തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല. ദൈവമേ, അവരെ കഷ്ടപ്പെടുത്തരുതേ എന്നൊരു മനോഗതം മാത്രം. നേരം സന്ധ്യയോടടുക്കുന്നതേയുള്ളൂ. രാത്രിയിൽ അനി മന്ദിപ്പിച്ചുകൊണ്ട് പോകുന്ന ദിശയിൽ ഞാൻ ആദ്യമായി നടന്നപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ വാസ്തവത്തിൽ ജോസഫ് വന്ന് വിളിച്ചപ്പോൾ തന്നെ മനസ്സിൽ ഉദിച്ചതാണ്. ഓരോ നിമിഷം കഴിയുന്തോറും അത് ശക്തിയാർജിച്ചു വന്നു. എന്തുണ്ടാകാമെന്നാലോചിച്ചിട്ട് പരിഭ്രമിക്കാൻ ഒരു കാര്യവും കണ്ടില്ല. പക്ഷേ ആ പരിഭ്രമം മനസ്സിൽ നിന്ന് മാറ്റാനും കഴിഞ്ഞില്ല. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 3-4 പറമ്പുകൾക്കപ്പുറം ഒരു ചെറിയ പടിപ്പുര കടന്ന് ജോസഫ് നടന്നു. പുറകെ ഞാനും. പടിപ്പുരയിൽ നിന്ന് ഏതാണ്ട് 30 അടി ദൂരത്തിൽ ഒരു പഴയ വീട്. പണ്ട് ഓടുമേഞ്ഞതായിരുന്നിരിക്കണം. കുറേ ഭാഗത്ത് ഇപ്പോൾ ഓലയാണ്. മുന്നിലെ വരാന്തയിലേക്ക് കയറി ജോസഫ് ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഉള്ളിലെ ഇരുട്ടിൽ അനക്കം കേട്ടു. ചെവിയിൽ വലിയ വളയങ്ങളണിഞ്ഞ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. പ്രായമായ ഒരു മുസ്ലിം സ്ത്രീ. കാഴ്ച മങ്ങിയിട്ടുണ്ട്. ജോസഫിനെ സൂക്ഷിച്ചു നോക്കി. സാറാണോ? അവനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണവർ എന്നെ ശ്രദ്ധിച്ചത്. അവരെന്നെയും സൂക്ഷിച്ചു നോക്കി. 2 നിമിഷമെടുത്തു മനസ്സിലാകാൻ. അയ്യോ, സാറുമുണ്ടോ? ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാനൊരു സ്റ്റൂൾ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് അവർ അകത്തോട്ട് പോകാനൊരുങ്ങി. ജോസഫ് അവരെ വിലക്കി. ഞാൻ അവരെ കണ്ടിട്ടേയില്ല. പക്ഷേ അവർക്കെന്നെ മനസ്സിലായിരിക്കുന്നു. എനിക്കതുതന്നെ അത്ഭുതമായി. അതൊന്നും വേണ്ടുമ്മ, എങ്ങനെയുണ്ടിപ്പോ? ഒരു ബോധവും ഇല്ലാണ്ട് കിടക്കുക സാറേ. വായിക്കൂടെ ശ്വാസം വിടുന്നേ. ഇടയ്ക്കിടയ്ക്ക് കണ്ണീന്ന് വെള്ളവും വന്നുകൊണ്ടിരുന്നു. ഇപ്പം അതുമില്ല. ഇതുവരെ അപ്പുറത്തെ മറിയാമ്മ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അവർ പോയി. വേണമെങ്കിൽ പിന്നെ വരാമെന്ന് പറഞ്ഞു. ആ ചെറുക്കൻ വരുന്നവരെ ഞാനിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവരുടെ ആളുകളൊക്കെ എത്തുമല്ലോ. എടാ വാ, നമുക്കൊന്ന് കയറി കാണാം എന്ന് പറഞ്ഞ് ജോസഫ് അകത്തേക്ക് കടന്നു. പിന്നാലെ ഞാനും. മുറിയിൽ ഒരു റാന്തലിൻ്റെ വെളിച്ചം മാത്രം. ഒരു കട്ടിലിൽ വിരിച്ച പായിൽ ശോഷിച്ച് എല്ലും തോലും മാത്രമായ ഒരു സ്ത്രീ കിടക്കുന്നു. അവരുടെ മുഖം കണ്ടാൽ പേടിയാകും. ഒരു തലയോട്ടി പോലെ. കുഴിഞ്ഞ കണ്ണുകളും പകുതി തുറന്ന വായിലെ ദ്രവിച്ച പല്ലുകളും റാന്തൽ വീശുന്ന നേളുകളും കൂടിയായപ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ആരായാലും ഒരു ദിവസം ഈ നിലയിൽ ആയിക്കൂടുന്നില്ല. എന്നിട്ടും ആരോഗ്യമുള്ളപ്പോൾ എന്താണ് ചിലരുടെ അഹങ്കാരം? ഞാൻ ആ മുറിക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. വീട് നോക്കാൻ ആരുമില്ലാത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. മാറാല അടിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കണം. തടി കൊണ്ടുണ്ടാക്കിയ ഒരു പഴയ അലമാരി, ഒരു പൊക്കമുള്ള സ്റ്റൂളിൻ്റെ പുറത്ത് റാന്തൽ, കട്ടിലിന് സമീപം മറ്റൊരു സ്റ്റൂൾ, അതിലായിരിക്കണം ഉമ്മ ഇരുന്നിരുന്നത്. അകത്തേക്ക് 2 വാതിലുകൾ. അവയിലൊന്ന് അടച്ചിട്ടിരിക്കുന്നു. മറ്റേ വാതിലിൽ കൂടി ഇരുട്ടുമാത്രം കാണാം. ഉമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. ഞാനിവിടെ ഉണ്ടാവും. അവരൊക്കെ എത്തുമ്പോൾ ഞാൻ ഉണ്ടായേ പറ്റൂ, ജോസഫ് പറയുന്നത് കേട്ടു. അല്ല, ഓരെ കഷ്ടപ്പെടുത്താണ്ട് അങ്ങ് എടുത്തോണ്ടാ മതിയായിരുന്നു. എന്നിനി എന്തൊക്കെ പുകിലാണോ നടക്കാൻ പോണത്. നിങ്ങൾ വിഷമിക്കാണ്ടിരി. അവൻ എത്തുമ്പോഴേക്ക് ഞാനും വരും. വാടാ, നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് ജോസഫ് ഇറങ്ങി. പുറകെ ഞാനും. ജോസഫ് ആകപ്പാടെ ചിന്തയിലാണ്ടിരിക്കുകയായിരുന്നു. പടി കടന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജോസഫേ അവരങ്ങനെയൊക്കെ പറഞ്ഞേ? എന്തു പുകില ഉണ്ടാകാൻ പോകുന്നേ? കുറച്ചു നേരത്തേക്ക് ജോസഫ് ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, എടാ, നിനക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നീ അതൊക്കെ അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നിന്റെ ബുദ്ധിയിൽ വല്ലതും ഉദിച്ചാൽ ഒരുപക്ഷെ
അത് സഹായകമാകും. എനിക്ക് 3 പെങ്ങന്മാരാണുള്ളത്. നീ 2 പേരെ പറ്റിയല്ലേ കേട്ടിട്ടുള്ളൂ. അവർ അനിയുടെ മൂത്തതാണ്. 2 പേരെയും അനിയുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ കെട്ടിച്ചു വിട്ടതാണ്. 3ാമത്തവൾ അനിയുടെ ഇളയതാണ്. അവളും അനിയും തമ്മിൽ പ്രായത്തിൽ നല്ല വ്യത്യാസവുമുണ്ട്. അവർക്കിടയിൽ ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയിരുന്നു. അനി അവളെ കുട്ടിക്കാലത്ത് എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവൻ അനിയത്തിയും അവൾക്ക് അവനും ജീവനായിരുന്നു. അവൾ പഠിക്കാൻ സമർത്ഥയായിരുന്നു. നല്ല മാർക്ക് വാങ്ങി പ്രീ ഡിഗ്രി പാസ്സായി. ഡോക്ടറാവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. മെഡിസിൻ എൻട്രൻസിന് സാമാന്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. മൂത്ത 2 പെൺമക്കളെയും കെട്ടിച്ചയച്ചപ്പോൾ തന്നെ അവരുടെ അച്ഛന് സാമ്പത്തികമായി കഷ്ടപ്പാടായെങ്കിലും മകൾ ഡോക്ടറായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങേർ എങ്ങനെയൊക്കെയോ പണം കണ്ടുപിടിച്ചു. ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുകയും മറ്റുമായിരുന്നു അങ്ങേരുടെ പണി. അനി പഠിക്കുന്നതിന് മോശമായിരുന്നത് കൊണ്ടാവാം അവനും പണിയെടുത്ത് കാശുണ്ടാക്കി അവളെ പഠിക്കാൻ സഹായിച്ചു. അവനാണ് തിരുവനന്തപുരത്ത് പോയി അവളെ കാണുകയും പണം കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അനി വിവാഹം കഴിക്കാതിരുന്നത് അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു മതി എന്ന് പറഞ്ഞാണ്. എന്നാൽ അവൻ്റെ ചേച്ചിമാർക്ക് അവരുടെ അച്ഛനമ്മമാർ അനിയത്തിക്ക് കൊടുത്തിരുന്ന അധിക വാത്സല്യം തീരെ ഇഷ്ടമായിരുന്നില്ല. ഇതിനിടെ ഞങ്ങൾ നടന്ന് എൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ അകത്തു കയറി മുൻവശത്തെ മുറിയിലിരുന്നു. മുൻപിൽ അഴിയിട്ട ഒരു വരാന്തയായിരുന്നു അത്. ആ നാട്ടിൽ ആരും മുമ്പിലത്തെ വാതിൽ അടച്ചിടുന്ന പതിവില്ലാതിരുന്നതിനാൽ കതക് തുറക്കാൻ എനിക്ക് അമ്മയെ വിളിക്കേണ്ടി വന്നില്ല. അവിടെ ഇരുന്നാൽ വഴിയെ പോകുന്നവരെ കാണാമെന്നും അനിയോ മറ്റു ബന്ധുക്കളോ വരുന്നെങ്കിൽ അറിയാമെന്നും ജോസഫ് പറഞ്ഞതനുസരിച്ച് അവിടെ ഇരുന്ന് സംസാരം തുടർന്നു. ഏതാണ്ട് 2 കൊല്ലം മുമ്പ് ഒരു ദിവസം അവൾ മടങ്ങി വന്ന് വീട്ടിലിരിപ്പായി. ആഹാരമൊന്നും ചൊവ്വേ നേരെ കഴിക്കുന്നുമില്ല. ആരെന്തു ചോദിച്ചാലും കരച്ചിലും. വീട്ടുകാരൊക്കെ വലിയ വിഷമത്തിലായി. അവളുടെ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരുമൊക്കെ വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എങ്കിലും അവളുടെ വായിൽ നിന്ന് ഒന്നും വന്നില്ല. എന്തെങ്കിലും അബദ്ധം പറ്റി അവൾ ഗർഭം ധരിക്കുകയോ മറ്റോ ചെയ്തിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അവളത് വളരെ ശക്തമായി തന്നെ നിഷേധിച്ചു. ഒടുവിൽ ഒരു ദിവസം അനി എൻ്റെ വീട്ടിൽ വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അവൻ്റെ കൂടെ പോയി. അവരുടെ വീട്ടിലിരുന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന്. ഞാൻ അവളെയും കൂട്ടി ഇവിടെ വന്നു. അന്ന് ഈ വീട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഇതുപോലെ ഈ കസേരയൊക്കെ ഇവിടെ തന്നെ കിടന്നിരുന്നു. എന്നിട്ടും കുറേ നേരം അവളൊന്നും പറഞ്ഞില്ല. കരഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാൻ വയ്യ. ഹോ, അതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, മോളെ, പ്രശ്നം എന്താണെങ്കിലും പറ, ഞാനതിന് പരിഹാരമുണ്ടാക്കി തരാം എന്ന്. എന്നിട്ടും അവളൊന്നും പറഞ്ഞില്ല. അവസാനം ഞാൻ ശകാരിക്കുകയും ഞാനും പൊയ്ക്കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് അവൾ പറയാൻ തയ്യാറായത്. പക്ഷേ അവൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതായി. ജോസഫ് നിർത്തി. ഒരു ഇഫക്റ്റിന് വേണ്ടിയല്ല എന്ന് വ്യക്തം. അയാളെ ഇത്ര വികാരഭരിതനായി ഞാൻ കണ്ടിട്ടില്ല. പിള്ളേരെ, നിങ്ങൾക്ക് കാപ്പിയോ ചായയോ വല്ലതും വേണോ? അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം. എന്താ അമ്മേ, ജലദോഷം പിടിച്ചോ? അമ്മയുടെ ശബ്ദം മാറിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു. നിന്റെ ഈ പഴയ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചതിൻ്റെയാ, അമ്മ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ ആഴ്ചയല്ലേ അമ്മേ പൊടി തട്ടി വെച്ചത്. എന്തിനാ പിന്നെ അതൊക്കെ എടുത്ത് അടുക്കാൻ പോയത്? ഞാൻ ചോദിച്ചു. അമ്മച്ചി, കാപ്പി കിട്ടിയാ സന്തോഷം, ജോസഫ് പറഞ്ഞു. അമ്മ അടുക്കളയിലേക്ക് പോകുന്ന ശബ്ദം കേട്ടു. വീണ്ടും മൗനം. എന്താണ് ആ കുട്ടി പറഞ്ഞത്? ഞാൻ ചോദിച്ചു. അവൾക്ക് എയ്ഡ്സ് ആണെന്ന്, ജോസഫ് പതുക്കെ പറഞ്ഞു. അത് കേട്ട് ഞാൻ സ്തബ്ധനായിപ്പോയി. ആ മഹാരോഗം വന്ന ആരെയും എനിക്കറിയില്ല. സാവധാനമുള്ള മരണം, വർഷങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ഇല്ലാതാവുന്ന പ്രക്രിയ. അതിനെ ഒരാൾ എങ്ങനെ നേരിടുമെന്ന് എനിക്കൊരു രൂപവുമില്ല. അതിനപ്പുറം സമൂഹത്തിൻ്റെ പുച്ഛവും വെറുപ്പും ഭയവും. അതായിരിക്കും ഏറ്റവും വേദനാജനകം. വീട്ടുകാർ പോലും അടുത്തു വരാൻ മടിക്കുന്ന അവസ്ഥ. ഇടയ്ക്ക് മാധ്യമങ്ങളിൽ കൂടി ഈ ഹതഭാഗ്യരെ പറ്റി വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ. അപ്പോഴും എനിക്കോ എൻ്റെ അടുത്തവർക്കാർക്കെങ്കിലുമോ ഇങ്ങനത്തെ അവസ്ഥയുണ്ടായാൽ എന്തായിരിക്കും എൻ്റെ പ്രതികരണം എന്ന് ഞാൻ ആലോചിച്ചില്ല. ഒരു സിനിമയിൽ കാണുമ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണമേ എനിക്കുണ്ടായുള്ളൂ. അവരുടെ അവസ്ഥയിൽ ദുഃഖം തോന്നി, ഒരുതരം എമ്പതിയും. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ്
നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ സിനിമയിൽ കണ്ടതെല്ലാം മറക്കുന്നത് പോലെ ഞാനും അതൊക്കെ മറന്നു. മറ്റേതോ ലോകത്തിലേതെന്ന പോലെ എയ്ഡ്സ് രോഗികളുടെ കാര്യം മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഒതുങ്ങി. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി ആ പ്രശ്നം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു ചലച്ചിത്രത്തിലെ നിമിഷനേരം മാത്രം തെളിയുന്ന രൂപമായിട്ടല്ല, മജ്ജയും മാംസമുള്ള മനുഷ്യരായി. അനി എൻ്റെ ബന്ധുവല്ല. അനിയുടെ അനിയത്തിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ പത്രത്തിൽ വായിച്ച ഏതോ ഒരാളിനെ പോലെയല്ല അവർ. അനി എൻ്റെ സുഹൃത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അമ്മയ്ക്ക് മറ്റൊരു മകനും. അയാളുടെ അനിയത്തിക്ക് ഇങ്ങനെയൊരവസ്ഥ വന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ലെങ്കിലും മനസ്സിൽ ഒരു വിങ്ങൽ. ഞാൻ ഈ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ ജോസഫ് പറയുന്നത് കേട്ടു. ആരോ വഴിയെ നടന്നു വരുന്നുണ്ട്, അവരായിരിക്കും. അയാൾ എണീറ്റ് ഗേറ്റിന് സമീപത്തേക്ക് നടന്നു. ഇരുട്ട് പടർന്നു കഴിഞ്ഞിരുന്നു. വീടിന് പുറത്തുള്ള ലൈറ്റിട്ടിട്ട് ഞാനും ജോസഫിൻ്റെ പുറകെ പോയി. ഞാൻ ജോസഫിൻ്റെ സമീപത്തെത്തിയപ്പോഴേക്ക് വഴിയെ നടന്നു വന്നവർ ഗേറ്റിന് സമീപം എത്തിയിരുന്നു. 2 പുരുഷന്മാരും 2 സ്ത്രീകളും 3 കുട്ടികളുമുണ്ട്. കുട്ടികൾക്ക് 5-6 വയസ്സിലധികം പ്രായമുണ്ടാവില്ല. അനിയുടെ ചേച്ചിമാരും കുടുംബങ്ങളും ആയിരിക്കണം. അവർ ഞങ്ങളെ കണ്ടിട്ട് നിന്നു. പാൻസും ഷർട്ടും ധരിച്ച ഒരു പുരുഷൻ ചോദിച്ചു, ജോസഫ് സാറല്ലേ? അതെ, എന്താ വൈകിയത്? മറുപടി പറഞ്ഞത് അല്പം തടിച്ച് പൊക്കം കുറഞ്ഞൊരു സ്ത്രീയായിരുന്നു. ചട്ടയും മുണ്ടും വേഷം. സാറിൻ്റെ ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഇറങ്ങിയതാ. പിള്ളേരെയും തയ്യാറാക്കി ഇറങ്ങണ്ടേ? പിന്നെ കുറച്ച് കാശും വേണ്ടേ? ഇത് ഞാൻ കടയമടച്ച് കാശും ശരിയാക്കി വന്നപ്പോൾ കുറച്ച് സമയമായി. എന്നിട്ട് എവളുടെ വീട്ടിലും പോയേച്ചല്ലായോ വന്നേ? അല്ലേലും ഓടി പിടിച്ചിങ്ങ് വന്നിട്ട് എന്നെ എടുക്കാനാ? അവനില്ലയോ അവിടെ? പോരാത്തതിന് രാത്രിയുമായി. ഇനിയിപ്പോൾ നാളെയല്ലേ സെമിത്തേരിയിലോട്ട് എടുക്കാനൊക്കൂ. അച്ഛനോ വല്ലതും വന്നായിരുന്നോ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, വന്നോളും. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അവർ ചത്തിട്ടില്ല. ചത്തില്ലേ? ഞാൻ ഓർത്തു നേരത്തെ തീർന്നിട്ടുണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞതാ അത്താഴത്തിന് വല്ലതും മേടിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന്. അപ്പം എല്ലാവർക്കും എന്നാ വെപ്രാളായിരുന്നു. മറ്റേ സ്ത്രീ ഒന്നും മിണ്ടാതെ നിന്നു. അവർ സാരിയാണ് ഉടുത്തിരുന്നത്. സഹോദരിയേക്കാൾ പൊക്കമുണ്ട്, എന്നാൽ അത്ര വണ്ണമില്ല. അതൊക്കെ ശരിയാക്കാം, നീ ഇപ്പോൾ നടക്ക്. പറഞ്ഞത് ആ സ്ത്രീയുടെ ഭർത്താവായിരിക്കണം. മുണ്ടും ജുബയും വേഷം. ഏതാണ്ട് എൻ്റെ ഉയരം. 6 അടിക്ക് 3-4 ഇഞ്ച് കുറയും. ആദ്യം സംസാരിച്ച പാൻറ് വേഷക്കാരൻ പറഞ്ഞു, സാർ അങ്ങോട്ട് വരത്തില്ലയോ? അയാൾ മെലിഞ്ഞിട്ടാണ്, നല്ല ഉയരം. ഞാനെത്തിക്കോളാം, നിങ്ങൾ പോയിക്കോ. അവർ നടന്നു. അതിനിടയിൽ തേവിടിശി എന്ന വാക്കു കേട്ടു. നേരത്തെ പ്രസംഗിച്ച സ്ത്രീയുടെ ശബ്ദം. ഞങ്ങൾ 2 നിമിഷം അവർ പോയ വഴിക്ക് നോക്കി നിന്നിട്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. വരാന്തയിലുള്ള വട്ടമേശപ്പുറത്ത് അമ്മ 2 കപ്പ് കാപ്പി വെച്ചിരിക്കുന്നു. ഞങ്ങൾ മേശയുടെ ഇരുവശത്തുമുള്ള കസേരകളിൽ ഇരുന്നു. കാപ്പി കുറേശ്ശെ കുടിക്കാൻ തുടങ്ങി. മനസ്സിൽ ഇപ്പോൾ കേട്ട സംഭാഷണങ്ങളായിരുന്നു. ആ സ്ത്രീയുടെ ഹൃദയശൂന്യമായ വാക്കുകളും പിന്നെ തേവിടിശി എന്ന പ്രയോഗവും മനസ്സിൽ തങ്ങി നിന്നു. അവരുടെ അമ്മയെപ്പറ്റിയല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? പകുതി ആത്മഗതമായിരുന്നു. ഇങ്ങനത്തെ മക്കളുണ്ടാകുന്നതിൽ ഭേദം ഇല്ലാണ്ടിരിക്കുന്നതാ. ഞാനാണെങ്കിൽ പണ്ടേ അടിച്ചിറക്കിയേനെ. അനിയൊരു പാവമായതുകൊണ്ടാ ഇവളുമാരൊക്കെ എങ്ങനെ വിലസുന്നേ. പക്ഷേ അവരെന്തിനാ തേവിടിച്ചി എന്ന് പറഞ്ഞേ? ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല. അത് അനിതയെപ്പറ്റിയാ. അവൾ വ്യഭിചരിച്ചിട്ടാ അവൾക്ക് എയ്ഡ്സ് വന്നതെന്നാ ഇവരൊക്കെ വിശ്വസിക്കുന്നേ. ഇവർ മാത്രമല്ല, നാട്ടുകാർ തന്നെ പലരും അങ്ങനെയാ പറയുന്നേ. ഈ രോഗം വരാൻ വ്യഭിചരിക്കേണ്ട കാര്യമില്ല എന്നറിയാവുന്നവർക്ക് പോലും അങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമല്ലേ, സാഡിസ്റ്റുകൾ. ജോസഫ് പറഞ്ഞു തുടങ്ങിയത് മുഴുവനാക്കിയില്ല. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഞാൻ ഓർമ്മിപ്പിച്ചു, എന്നാ പറയാനാ? എനിക്ക് എന്തു ചെയ്യണമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു. ഞാൻ കുറേ നേരമിരുന്ന് ആലോചിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്ക് തന്നെ ഒരു രൂപവുമില്ലായിരുന്നു. ഒരിക്കൽ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഡിസ്പോസിബിൾ സിറിഞ്ച് മേടിച്ചിരുന്നു അത്രേ. അത് ഉപയോഗിച്ച സാധനം റീപാക്ക് ചെയ്തതായിരിക്കണം എന്നാണ് അവൾ വിചാരിക്കുന്നത്. ഒരു കൂട്ടുകാരിയുടെ ബന്ധുവിന് രക്തം കൊടുക്കാൻ പോയപ്പോൾ ആശുപത്രിക്കാർ ടെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് HIV പോസിറ്റീവാണെന്ന് മനസ്സിലായത്. വിവരം ഹോസ്റ്റലിലെത്തിയപ്പോൾ അടുത്ത കൂട്ടുകാരികൾ തന്നെ അവളോട് മിണ്ടാതായത്രേ. അവളെ പുറത്താക്കണമെന്ന് അവർ വാർഡനോട് ആവശ്യപ്പെട്ടു.
വാർഡൻ അല്പം ബോധമുള്ള സ്ത്രീയായിരുന്നതുകൊണ്ട് അനിതയെ വിളിച്ച് ഉപദേശിച്ചു. അവിടെ നിന്നാൽ പ്രശ്നമാകുമെന്നും കൂടുതൽ പബ്ലിസിറ്റി വരുത്തി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിലേക്ക് പോയിട്ട് ചികിത്സ ചെയ്യുന്നതാണെന്നും അവർ പറഞ്ഞു. ദേഹത്ത് വൈറസ് ഉണ്ടെന്നേയുള്ളൂ, എയ്ഡ്സ് രോഗിണി ആയിട്ടില്ല എന്നും ഇപ്പോൾ മരുന്നുകളുണ്ടെന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും അവർ പറഞ്ഞു. പക്ഷേ കൂട്ടുകാരികളുടെ പ്രതികരണം കണ്ടപ്പോൾ വീട്ടിൽ എന്താവും സ്ഥിതി എന്നവൾക്ക് പേടിയായി. പക്ഷേ അവൾ എങ്ങോട്ട് പോകാൻ? പാവം, ഇതുങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടു പോയേനെ. അവസാനത്തെ പരാമർശം അനിയുടെ ചേച്ചിമാരെ പറ്റിയാണെന്ന് വ്യക്തം. ജോസഫ് വീണ്ടും നിർത്തി. എന്നിട്ട് അനിത എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു. ഞാനന്ന് കുറേ ആലോചിച്ചിട്ടും എന്തു ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയില്ല. മറ്റാരോടെങ്കിലും കൂടി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെ കാര്യം ഓർത്തത്. അങ്ങേരൊരു നല്ല മനുഷ്യനാ. കൊനഷ്ട പിടിച്ച പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുന്നയാളാ. ഞാൻ അനിതയെ ഇവിടെ ഇരുത്തിയിട്ട് അച്ഛനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂർ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു കേന്ദ്രമുണ്ട്, അവിടെ കൊണ്ടുചെന്നാക്കാൻ. ഒരു കാറ് പിടിച്ച് അനിയൻ കൂട്ടി വിടാൻ പറഞ്ഞു. പോകുന്ന വഴി അച്ഛനെ കണ്ടിട്ട് പോകണമെന്നും പറഞ്ഞു. അച്ഛൻ അവിടുത്തെ സിസ്റ്റർക്ക് ഒരു കത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ അനിതയെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി അവളുടെ തുണികളും മറ്റും എടുത്ത് അനിയെയും കൂട്ടി ഇറങ്ങി. വീട്ടിൽ പറഞ്ഞത് തിരികെ മെഡിക്കൽ കോളേജിലേക്ക് പോകുവാന്നാ. ബാക്കി കാര്യങ്ങൾ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇറങ്ങുമ്പോൾ എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വെച്ചാണ് അനിയോട് കാര്യങ്ങൾ പറഞ്ഞത്. പാവം, അവൻ വല്ലാണ്ട് അപ്സെറ്റായി. അവളെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കുറേ നേരം കരഞ്ഞു. അവൻ ഒരുമാതിരി ഭ്രാന്തനെ പോലെയായി. ആ രംഗത്തിൻ്റെ ഓർമ്മയിൽ മുഴുകി ജോസഫ് നിശബ്ദനായി. ഒന്നും പറയാനാവാതെ ഞാനും ഇരുന്നു. അല്പനേരം കഴിഞ്ഞ് ജോസഫ് തുടർന്നു. മറ്റാരും കാണണ്ട എന്ന് കരുതി ഞങ്ങൾ അകത്തെ മുറിയിലിരുന്നത് നന്നായി. അല്ലെങ്കിൽ അപ്പോൾ തന്നെ കഥ നാട്ടിലെങ്ങും പടർന്നേനെ. അവരെ ഒന്ന് ശാന്തരാക്കാൻ എനിക്ക് നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. ടാക്സിക്കാരന് വല്ല സംശയം വന്നാൽ അയാൾ ചിലപ്പോൾ വണ്ടിയിൽ കയറ്റില്ല. ഞാൻ പോയി ടാക്സി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. അവൾക്ക് ക്യാൻസറാണെന്നും ചികിത്സയ്ക്ക് പോവുകയാണെന്നും ഞാൻ ഡ്രൈവറോട് പറഞ്ഞു. ഇക്കാര്യം അനിയോടും അനിതയോടും കൂടി പറഞ്ഞു. ഞങ്ങൾ അച്ഛനെ പോയി കണ്ടു. അച്ഛന് അവരെ കുറേ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞു. അച്ഛൻ കൊടുത്ത കത്തും കൊണ്ട് അവരെ യാത്രയാക്കിയിട്ടാണ് ഞാൻ വന്നത്. എന്തൊരു കഷ്ടം, ഞാൻ ആലോചിച്ചു. സാധാരണഗതിയിൽ തനിക്ക് ക്യാൻസറാണെന്ന് പറയാൻ കള്ളമാണെങ്കിൽ പോലും ആരെങ്കിലും തയ്യാറാവുമോ? ഒരു ടാക്സിയിൽ യാത്ര ചെയ്യാനായി ഇങ്ങനെയൊരു കള്ളം പറയേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. ജോസഫ് വീണ്ടും നിശബ്ദനായി. ദാ അച്ഛൻ പോകുന്നു, ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ജോസഫ് ഇറങ്ങി നടന്നു. ജോസഫ് പോയി കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിൽ കൂടി കടന്നുപോയി. അനിയുടെയും അനിതയുടെയും കഥ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇതാർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. മനുഷ്യരുടെ ജീവൻ തന്നെ വിറ്റുകാശാക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ ഉള്ളിടത്തോളം കാലം ആര് വേണമെങ്കിലും ഈ ചതിക്കുഴിയിൽ വീഴാം. പഴയ സിറിഞ്ചുകൾ റീസൈക്കിൾ ചെയ്യുന്നവരുൾപ്പെടെ. അമ്മയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ മുമ്പൊരിക്കൽ വീടിനടുത്ത് താമസിച്ചിരുന്ന ഒരു ഡോക്ടറെ സമീപിച്ച സംഭവം ഓർമ്മ വന്നു. ഞാൻ മേടിച്ചിരുന്ന ഡിസ്പോസിബിൾ സിറിഞ്ച് അദ്ദേഹം നിരസിച്ചു. എന്നിട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന ഗ്ലാസ് സിറിഞ്ചും സൂചിയുമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വാങ്ങിക്കൊണ്ടുവന്ന ഡിസ്പോസിബിൾ സിറിഞ്ചിൻ്റെ സൂചിയിൽ രക്താംശം വരെ കണ്ട അനുഭവമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അമ്മയുടെ കാര്യം ഓർമ്മിച്ചത്. ജോസഫ് പറഞ്ഞതെല്ലാം അമ്മ കേട്ടിരിക്കാൻ ഇടയില്ല. അമ്മയോട് ഇതൊക്കെ പറയേണ്ടതല്ലേ? അമ്മയ്ക്ക് അനിയോട് വളരെ അടുപ്പമല്ലേ? എന്നാൽ അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ പറയുന്നത് ശരിയാണോ? വേണമെങ്കിൽ അനി തന്നെ പറയുന്നതല്ലേ ശരി? ഇനി അനി പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ അന്ന് അമ്മ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അയാൾ കുടിക്കുന്നത് ന്യായീകരിച്ചത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ മുറിയിൽ പോയി ലൈറ്റിട്ട് ഒരു പുസ്തകമെടുത്ത് കട്ടിലിൽ കിടന്നു. ഒന്നും വായിക്കാനല്ല, ഒരു ശീലം എന്നു മാത്രം. പുസ്തകം നെഞ്ചത്ത് വെച്ചുകൊണ്ട് കിടന്നപ്പോൾ മനസ്സിൽ ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അനിതയും പിന്നെ അനിയും മരിക്കാറായി കിടക്കുന്ന അവരുടെ അമ്മയും വീട്ടിലെ സംഭവങ്ങളും മാത്രമായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ അമ്മ ചോദിച്ചു, എടാ മണി 8 ആവുന്നു, നീ വേണേൽ വന്ന് വല്ലതും കഴിക്ക്. അവിടെ വല്ലതും സംഭവിച്ചാൽ. ഞാൻ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ടമ്മേ, ജോസഫ് ഇപ്പോൾ ഇങ്ങെത്തും. അയാളും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വരട്ടെ.
അമ്മയോട് പറയണോ എന്ന് വീണ്ടും ആലോചിച്ചു. അനിയുടെ പെങ്ങന്മാർ എത്തിയോ? അമ്മ ചോദിച്ചു. ചേച്ചിമാരും കുടുംബാംഗങ്ങളും കുറച്ചു മുമ്പേ വന്നു, ഞാൻ പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതെ പോയി. ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. വീട്ടിൽ നിന്ന് പടിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തുകൊണ്ടോ ജോസഫ് വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ മനസ്സിലുണ്ടായ പരിഭ്രമം വളരെ വർദ്ധിച്ചിരുന്നു. ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ ജോസഫും അച്ഛനും കൂടി മടങ്ങിപ്പോകുന്നത് കണ്ടു. ഞാൻ പടിക്കൽ ചെന്ന് അവർ പോയ വഴിയെ നോക്കി നിന്നു. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോസഫ് തിരികെ വന്നു. അച്ഛനെ കാറിൽ കയറ്റി വിട്ടു. അനിയുടെ അച്ഛൻ്റെ മരണസമയത്തെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോയെന്നാ അച്ഛൻ്റെ പേടി. അതുണ്ടാവാതെ നോക്കണം. അപ്പോൾ അനിത വരുന്നുണ്ടോ? അവരുടെ അപ്പച്ചൻ എപ്പോഴാണ് മരിച്ചത്? എന്തു പ്രശ്നങ്ങളാണ് ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലായില്ല. അവരുടെ അച്ഛൻ നേരത്തെ പോയി. അനിതയുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് കഷ്ടിച്ച് 3 മാസമേ ജീവിച്ചുള്ളൂ. ഹൃദയം പൊട്ടി മരിക്കുക എന്നൊക്കെ പറയാറില്ലേ, അത് ഞാൻ നേരിട്ട് കണ്ടത് അപ്പോഴാണ്. അങ്ങർക്ക് കുട്ടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം അനിതയോടായിരുന്നു. അവൾക്ക് ഈ ഗതി വന്നത് അങ്ങക്ക് സഹിക്കാനായില്ല. കിടപ്പായി. അവളെ കാണാൻ പോകാൻ ഒരു ശ്രമം നടത്തി. മൂത്ത മക്കൾ വിട്ടില്ല. പിന്നെ ഹാർട്ട് അറ്റാക്കായി. ആശുപത്രിയിൽ കിടന്നു തന്നെ മരിച്ചു. ശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അനിത കാണാനെത്തി. ഞാനാണ് അറിയിച്ചത്. വീട്ടിൽ വലിയ പ്രശ്നമായി. ആ മൂത്ത ചേച്ചിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വാശി. അവസാനം ഒരു നോക്ക് കാണാൻ പോലും സമ്മതിക്കില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. എല്ലാവർക്കും അനിതയുടെ ദേഹത്ത് തൊടാൻ പോലും ഭയമായിരുന്നതിനാൽ അവളെ ഒന്നും ചെയ്തില്ല. പക്ഷേ നീ കാരണമാടി എൻ്റെ അപ്പച്ചൻ ചത്തേ, നീ ഇങ്ങോട്ടിന് കയറണ്ടാടി എന്നൊക്കെ പറഞ്ഞായിരുന്നു ചീത്തവിളി. ഒടുവിൽ ഞാൻ അച്ഛനെ വിളിച്ചു വരുത്തിയാണ് ഒരു വിധത്തിൽ പ്രശ്നം പരിഹരിച്ചത്. അച്ഛൻ ഇടപെട്ടതുകൊണ്ട് അനിതയ്ക്ക് സ്വന്തം അച്ഛൻ്റെ ശരീരം ഒരു നോക്ക് കാണാൻ പറ്റി. പിന്നെ അനിതയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അനിയെയും കൂട്ടി രാത്രിയിലെ ബസ്സിൽ കയറ്റി വിട്ടു. രോഗമിതാണെന്നറിഞ്ഞാൽ ബസ്സുകാർ കയറ്റത്തില്ലല്ലോ. ഇപ്പോൾ അനിതയെ അറിയിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. ഉവ്വ്, അനി ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുക. അവർ എപ്പോൾ വേണമെങ്കിൽ എത്താം. ഇവറ്റകൾ എത്തുന്നതിന് മുമ്പ് അവൾ വരുമെന്നാ ഞാൻ വിചാരിച്ചേ, ജോസഫ് പറഞ്ഞു. ഞങ്ങൾ പടിക്കൽ തന്നെ നിൽക്കുകയാണെന്ന് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അകത്തേക്ക് പോയിരിക്കാം എന്ന് ജോസഫിനോട് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ പകരം ഒരു ചോദ്യമാണ് എൻ്റെ വായിൽ നിന്ന് വന്നത്. അനിയുടെ അമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം? അസുഖമൊന്നുമില്ല. അവരും കുറേശ്ശെയായി നീറി മരിക്കുകയായിരുന്നു. അവർക്ക് അവരുടെ ഭർത്താവിനെ പോലെ ഭാഗ്യമുണ്ടായില്ല. നേരെ ചൊവ്വ ആഹാരം കഴിക്കാതെ ശരീരവും മനസ്സും കുറേശ്ശെ ഇല്ലാണ്ടാവുകയായിരുന്നു. അവരെ കൊണ്ടുപോകാമെന്ന് പെൺമക്കൾ 2 പേരും പറഞ്ഞതാണ്. പക്ഷേ അവർ പോകാൻ തയ്യാറായില്ല. അത് അവരോടുള്ള ഇഷ്ടക്കുറവോ വിശ്വാസക്കുറവോ ഒക്കെ ആയിട്ടാണ് മക്കൾ കാണുന്നത്. കുറേയൊക്കെ ശരിയുമാണ്. പക്ഷേ ആ സ്ത്രീക്ക് ഈ സ്ഥലം വിട്ടുപോകാൻ തീരെ മനസ്സിലായിരുന്നു എന്നതാണ് സത്യം. പിന്നെ അനി ഒറ്റയ്ക്കാകും എന്ന വിഷമവും. ഞങ്ങളവിടെ അങ്ങനെ നിന്നു. ഒരു തണുത്ത കാറ്റ് വീശി. ദൂരെ എവിടെയോ മിന്നലിൻ്റെ വെളിച്ചം. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനു മുമ്പേ അവരിങ്ങ് എത്തിയാൽ മതിയായിരുന്നു, ജോസഫ് പറഞ്ഞു. പറഞ്ഞു തീർന്നപ്പോഴേക്ക് വഴിയിൽ അകലത്തായി കാലൊച്ച കേട്ടു. വേഗത്തിലാണ് നടത്തം. അവർ അടുത്തേക്ക് വരുന്തോറും കാലൊച്ച 2 പേരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇതവർ തന്നെയാണെന്ന് തോന്നുന്നു, ജോസഫ് പറഞ്ഞു. അയാളുടെ മുഖത്ത് അസ്വസ്ഥത പ്രകടം. അനിയുടെ വീട്ടിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും അവയെ എങ്ങനെ നേരിടും എന്ന ചിന്തയുമായിരിക്കണം. ഞങ്ങൾ ഗേറ്റിന് പുറത്തേക്ക് കടന്നു. അവരടുത്തെത്തിക്കഴിഞ്ഞു. പെൺകുട്ടിയാണ് മുൻപേ നടക്കുന്നത്, അല്ല ഓടുന്നത്. 5.5 അടിയോളം ഉയരമുണ്ടാവും. മെലിഞ്ഞ ശരീരം. വെളുത്ത സാരിയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. പിന്നാലെ അനി വേഗത്തിൽ നടന്ന് ഒപ്പമെത്താൻ ശ്രമിക്കുന്നു. അവർ ഞങ്ങളെ കണ്ടതേയില്ല. അല്ലെങ്കിൽ നിൽക്കാനോ സംസാരിക്കാനോ ഉള്ള മനസ്ഥിതിയിലല്ലായിരുന്നു. അവർ ഞങ്ങളെ കടന്നു പോയതിൻ്റെ പുറകെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫും നടന്നു. പിന്നാലെ ഞാനും. അനിതയും അനിയും പടിപ്പുര കടന്ന് അകത്തേക്ക് കയറിയപ്പോഴേക്ക് ഞങ്ങൾ ഒപ്പമെത്തി. ക്യാമറയുടെ ഫ്ലാഷ് പോലെ ഒരു മിന്നൽ പരത്തിയ വെളിച്ചത്തിൽ അവിടെ നിന്നവരെ കണ്ടു. മുറ്റത്ത് അനിത നിൽക്കുന്നു. തൊട്ടുപിന്നിലായി അനിയും. വീടിൻ്റെ വരാന്തയിൽ നേരെ മുന്നിലായി ആ തടിച്ച സ്ത്രീയും. ഒരു വശത്തായി അനിയുടെ അളിയന്മാർ പുകവലിച്ചുകൊണ്ട് നിൽക്കുന്നു. നാട്ടുകാരാണെന്ന് തോന്നുന്നു. 3-4 പേർ വേറെയുമുണ്ട്.
നിന്നെ എന്നാത്തിനാടി ഇപ്പോൾ എങ്ങോട്ട് കെട്ടിയെടുത്തേ? മൂത്ത ചേച്ചിയാണ്. നീ കാരണമാടി എൻ്റെ അപ്പച്ചൻ ചത്തുപോയേ. ദേ ഇപ്പം എൻ്റെ അമ്മച്ചിയും ചാകാറായി കിടക്കുക. ഇനി ഞങ്ങളും കൂടി ചത്താലേ നിനക്ക് സമാധാനമാകത്തുള്ളൂ. ഈ വീട്ടിനകത്തേക്ക് നീ കാലെടുത്ത് വെച്ചു പോകരുത്. തേവിടിച്ചി. ഞങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ സ്ത്രീ നിർത്തി. അനിത കരഞ്ഞുകൊണ്ട് പടിപ്പുരയുടെ തിണ്ണയിൽ പോയിരുന്നു. ചേച്ചിമാരെത്തുന്നതിന് മുമ്പ് വീട്ടിലെത്താനായിരുന്നു ഓട്ടം എന്ന് തോന്നുന്നു. വീട്ടിൽ ചേച്ചിമാരെ കണ്ടതോടെ അനിത തളർന്നതുമാതിരി തോന്നി. ഞങ്ങളെ കണ്ടുകൊണ്ട് അനി അടുത്തേക്ക് വന്നു. വീണ്ടും മിന്നലിൻ്റെ വെളിച്ചം. അനിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നത് കണ്ടു. ജോസഫിൻ്റെ നേരെ തിരിഞ്ഞ് അയാൾ പറഞ്ഞു തുടങ്ങി. സാറേ. അത്രയും പറയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അയാൾ വിങ്ങിപ്പൊട്ടിപ്പോയി. നീ പോയി അവളെ സമാധാനിപ്പിക്ക്. ഞാൻ എന്താ വഴിയെന്ന് നോക്കട്ടെ, ജോസഫ് പറഞ്ഞു. ഇതിനിടയിൽ അനിയുടെ അളിയന്മാർ ഞങ്ങളുടെ സമീപമെത്തി. സാർ എന്തിനാ ഇപ്പോൾ അവളെ അറിയിച്ചേ? എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ പറഞ്ഞാൽ പോരായിരുന്നോ? മൂത്ത അളിയൻ. നിങ്ങൾ എന്നതാ പറയുന്നേ? അവളുടെയും കൂടി അമ്മയല്ലയോ അകത്ത് കിടക്കുന്നേ? അവളൊന്ന് കയറി കണ്ടെന്ന് വെച്ച് എന്നാ സംഭവിക്കാൻ പോകുക? മൂപ്പീന്ന് മരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവൾ കയറി കണ്ടില്ലേ? എന്നിട്ട് എന്നാ പറ്റി? അളിയന് മറുപടിയില്ലായിരുന്നു. ജോസഫ് പറഞ്ഞത് തികച്ചും ന്യായമാണെന്നും അതിന് എതിർവാദമില്ലെന്നും വ്യക്തം. സാറിനറിയാമല്ലോ എൻ്റെ പെമ്പറന്നൂത്തിയുടെ സ്വഭാവം. ഇനിയിപ്പോൾ നമ്മൾ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. സാറിന് ഇവിടെ എല്ലാവർക്കും കാര്യമാ. പക്ഷേ സാറ് പറഞ്ഞാലും അവളനുസരിക്കത്തില്ല എന്നറിയാമല്ലോ. മിന്നലിൻ്റെ ശക്തിയും എണ്ണവും കൂടി വരുന്നു. ഇടിമുഴക്കം കേട്ടു തുടങ്ങി. ഞാനൊരു വഴി പറയട്ടെ. അവൾ അകത്തേക്ക് കയറണ്ട. ശവമെടുത്തുകൊണ്ട് പോകുമ്പോൾ അവൾ വെളിയിൽ നിന്ന് കണ്ടോട്ടെ, മൂത്ത അളിയൻ്റെ നിർദ്ദേശം. അതിന് അവർക്ക് ഇപ്പോഴും ജീവനുണ്ടല്ലോ. ജീവനോടെ ഒന്ന് കണ്ടേച്ചു പോകുന്നതിന് എന്നതാ കുഴപ്പം? ജോസഫ്. സാറിന് എൻ്റെ പെമ്പറന്നോരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമോ? മൂത്ത അളിയൻ ചോദിച്ചു. ജോസഫിന് ഉത്തരം മുട്ടി. മറ്റേ അളിയൻ പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് ആ കുട്ടിയോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഈ രോഗം വെറും നിസ്സാര കാര്യമല്ല. സത്യം പറയാമല്ലോ, ഞങ്ങൾക്ക് പേടിയാ. ഡോക്ടർമാർ ഇന്ന് പറയും കുഴപ്പമൊന്നുമില്ല, രക്തത്തിൽ കൂടി മാത്രമേ പകരൂ എന്നൊക്കെ. പക്ഷേ അത് വിശ്വസിക്കാൻ ഒക്കുമോ? നാളെ അവർ തന്നെ പറയും ഇത് വേറൊരു രൂപമാണ്, തുമ്മിയാലും പകരുമെന്ന്. ഇത് ജീവൻ്റെ പ്രശ്നമാണ് സാറേ. അതും നേരാ, ആദ്യത്തെ അളിയൻ. ജോസഫ് ചിന്താമഗ്നനായി. നല്ല തണുത്ത കാറ്റ്. ഇടിയുടെ ശബ്ദം അടുത്തു വരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ ഇങ്ങെത്താം. ഇദ്ദേഹം ആരാ മനസ്സിലായില്ലല്ലോ? മൂത്തളിയൻ. എന്നെപ്പറ്റിയാണ്. ഇത് രവി, ഞങ്ങളുടെ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ജോസഫ്. സാറിനെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൽ ചിലരെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് സാറിൻ്റെ ക്ലാസ്. സാറ് മലയാളത്തിൽ കഥകൾ എഴുതാറുണ്ടല്ലേ? ഞാൻ ചിലത് വായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അളിയൻ. കോളേജിലാണോ? ഞാൻ ചോദിച്ചു. അല്ല, സ്കൂൾ മാഷാ. പിന്നെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്നുണ്ട്. സാർ അകത്തേക്ക് വന്നിരുന്നാട്ടെ. സാമാന്യം ശക്തമായ ഒരു ഇടിമിന്നൽ. എല്ലാവരും ഓടി വീടിൻ്റെ തിണ്ണയിൽ കയറി നിന്നു. മുറ്റത്ത് ഞാനും ജോസഫും മാത്രമായി. ഞാൻ അനിതയെ നോക്കി. ആ കുട്ടി ഇതൊന്നും അറിയുന്നില്ല. യാതൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ജീവിതം. ഇനി എന്തിനു ഭയപ്പെടണം? പൊളിഞ്ഞ പടിപ്പുരയുടെ പൊളിഞ്ഞ തിണ്ണയിൽ തല കൈകളിൽ താങ്ങി കുനിഞ്ഞിരിക്കുന്നു. ഒപ്പം അനിയും. അവന് മാത്രം അനിതയുടെ രോഗത്തിന് ഭയമില്ല. സ്നേഹം ആ ഭയത്തെ ആകെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്തോ സംഭവിച്ചു. അതുവരെ ഉണ്ടായിരുന്ന പരിഭ്രമം ഇല്ലാതായി. ആകപ്പാടെ ഒരു ശാന്തത. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരു തോന്നൽ. എന്താണ് ചെയ്യേണ്ടതെന്നും സംശയമില്ല. നല്ല മഴ വരുന്നു. ഇനിയിപ്പോൾ അച്ഛനെ എങ്ങനെ വിളിച്ചുകൊണ്ട് വരും? ഇവർ നേരത്തെ എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചേ. ഇത്രയും വൈകിയത് എന്താണോ എന്തോ. ഇവളുമാർ വരുന്നതിന് മുമ്പ് അനിത ഇങ്ങ് എത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ജോസഫ് പറയുന്നത് കേട്ടു. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു. എന്നിട്ട് അനിതയുടെ നേരെ നടന്നു. അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എണീക്കൂ കുട്ടി. അവൾ മുഖമുയർത്തി എന്നെ നോക്കി. എണീക്കൂ, ഞാൻ വീണ്ടും പറഞ്ഞു. ഒരു പാവയെപ്പോലെ അവൾ അനുസരിച്ചു. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വരൂ. എന്നിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് നടന്നു. വാതിൽക്കൽ ചേച്ചിയുണ്ടായിരുന്നു, ഞങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ട്. അല്ലേ, ഇയാളാരാ?
എന്നതാ ഭാവം? അവരങ്ങനെ എന്തോ പറഞ്ഞു. അല്ലേ, ഇയാളാരാ? എന്നതാ ഭാവം? അവരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടിയെന്നറിയില്ല. എൻ്റെ മുഖഭാവം കണ്ടിട്ട് അത്ര പന്തിയല്ല എന്നവർക്ക് തോന്നിയിരിക്കണം. അവർ മാറി നിന്നു. ഞങ്ങൾ അകത്തു കടന്നു. അമ്മയെ ഈ നിലയിൽ കാണുമെന്ന് അനിത ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. അവൾ ആകെ പകച്ചുപോയി. പിന്നെ മുട്ടുകുത്തി കട്ടിലിനരികിലിരുന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ അമ്മയുടെ കൈകൾ അനങ്ങിയോ? പുരപ്പുറത്ത് വലിയ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം. ശക്തമായ ഒരു മിന്നൽ പിണർ അവിടെയെല്ലാം ഒരു നിമിഷത്തേക്ക് പ്രകാശം പരത്തി. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വലിയ കണ്ണുനീർത്തുള്ളികൾ ഒഴുകി കുഴിഞ്ഞ കവിളിലൂടെ പായിലേക്ക് വീണു. വലത്തെ കൈ ഉയർന്നു മകളുടെ ശിരസിലേക്ക് പതിച്ചു. അനിതയുടെ കരച്ചിലിൻ്റെ ശബ്ദം കുറഞ്ഞു വന്നു. അമ്മയുടെ ശ്വാസത്തിൻ്റെ വേഗത വർദ്ധിച്ചു. പിന്നെ കുറഞ്ഞു. ഒടുവിൽ നിലച്ചു. ഞാൻ കുനിഞ്ഞ് അനിതയുടെ തോളത്ത് കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി, എല്ലാം തീർന്നു. അവൾ ഒരു നിമിഷമെടുത്തു അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ. അപ്പോൾ നിലവിളി വീണ്ടും ഉച്ചത്തിലായി. ഞാൻ ചുറ്റിലും നോക്കി. ജോസഫ് എൻ്റെ അടുത്തുണ്ട്. ചിലർ പുറത്തേക്കുള്ള കതകിന് വെളിയിൽ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അകത്തേക്കുള്ള കതകിന് സമീപം വൈകിട്ട് കണ്ട ഉമ്മ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നത് ആ അരണ്ട വെളിച്ചത്തിലും കാണാം. അനിതയും ഉമ്മയും മാത്രമാണ് അവിടെ നിന്ന് കരയുന്നത്. ബാക്കിയുള്ളവർ എന്തോ കാഴ്ച കാണാൻ വന്നവരെ പോലെ ഉദ്യോഗത്തോടെ നോക്കി നിൽക്കുന്നു. ഞാൻ അനിതയുടെ തോളിൽ കൈവച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, എണീക്കൂ കുട്ടി, നമുക്ക് പോകാം. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴാണ് ഞാനും കരയുകയാണെന്ന് മനസ്സിലായത്. പല പ്രാവശ്യം വിളിച്ചിട്ടാണ് അനിത എഴുന്നേറ്റത്. ഞാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അനി തിണ്ണയിൽ മുഖം മടിയിൽ അമർത്തി ഇരിക്കുകയാണ്. അവനാകെയുണ്ടായിരുന്ന അമ്മ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നിൽ നിന്ന് ജോസഫ് ചോദിച്ചു, രവി ഇവളെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലേക്ക്, ഞാൻ പറഞ്ഞു. മഴ തിമിർത്ത് പെയ്യുന്നു. ഞാൻ അനിതയുടെ കൈ പിടിച്ചുകൊണ്ട് മഴയിലൂടെ നടന്നു. ആരും പുറകെ വന്നില്ല. അനിത ഒന്നും ചോദിച്ചില്ല. ഞാനൊന്നും പറഞ്ഞുമില്ല. ശ്രീ വി ശശികുമാർ എഴുതിയ കണ്ണുനീർ തുള്ളി എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. സായാഹ്ന ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച വി ശശികുമാറിൻ്റെ ഒരു അസാധാരണ യാത്ര എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്.